ക്രിസ്മസ് റിലീസായാണ് ഭാഭാബ തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസിന് ശേഷം സിനിമ വലിയ രീതിയിൽ ചർച്ചയായി മാറി. തുടക്കത്തിൽ ചിത്രത്തിന് ലഭിച്ചിരുന്ന സ്വീകാര്യതയിലും കുറവ് വന്നിട്ടുണ്ട്. അത് ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചു തുടങ്ങി. പക്ഷേ ദിലീപ് ചിത്രം 50 കോടി ക്ലബിൽ എന്നും റിപ്പോർട്ടുകളുണ്ട്. റിലീസ് ചെയ്ത് ഒരാഴ്ച എത്തിയപ്പോഴാണ് 50 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ദിലീപും മോഹൻലാലും ഒരിടവേളയ്ക്ക് ശേഷം ഒന്നിച്ച ബബ്ബബ തിയേറ്ററുകളിലേക്ക് എത്തിയത് ക്രിസ്മസ് ന്യൂ ഇയർ റിലീസായാണ്. ആവേശത്തോടെയാണ് ഈ സിനിമയെ ആരാധകർ ഏറ്റെടുത്തത്. വിമർശനങ്ങൾക്കിടയിലും ആരാധകർ ചിത്രത്തെ കൈവിട്ടില്ല. റിലീസിന് ശേഷം സിനിമ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തു. ചിത്രത്തിലെ ചില സീനുകളും അതിലുള്ള ഡയലോഗുകളും എല്ലാം ചർച്ചയായി മാറി. അങ്ങനെ തുടക്കത്തിൽ ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത പതിയെ കുറഞ്ഞു വന്നു. അത് ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചു തുടങ്ങി. ഇപ്പോഴിതാ സിനിമയ്ക്കെതിരെ വരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച നായകൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ സിനിമയെ വിമർശിക്കുക എന്നത് കുറെ കാലമായി നടക്കുന്ന ഒരു കാര്യമാണ്. വിമർശനമല്ല, വ്യക്തിഹത്യയാണ് നടക്കുന്നതെന്ന് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ചില സീനുകൾ വിവാദമായത് വിഷമമുണ്ടാക്കിയെന്നും ദിലീപ് പറയുന്നുണ്ട്. ആഘോഷമാക്കണമെന്ന് മാത്രമേ നമ്മൾ കരുതിയുള്ളൂ. ഇത് ആഘോഷിക്കാനുള്ള ഒരു സിനിമ കൂടിയാണ്. പ്രേക്ഷകർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. യങ്സ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങി നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരു പഴയ കാലത്തിന്റെ ഓർമ്മ കൂടി തിരിച്ചു കിട്ടിയെന്നും താരം പറഞ്ഞു. എന്തായാലും ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സിനിമ എടുത്തതിൽ ധനഞ്ജയൻ എന്ന സംവിധായകൻ വിജയിച്ചു എന്നും താരം കൂട്ടിച്ചേർത്തു. സിനിമയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. എന്നാൽ ഈ സിനിമ പലരുടെയും ഒരു തുടക്കം കൂടിയാണ്. പല താരങ്ങളുടെയും തിരിച്ചുവരവ് കൂടിയാണെന്നും ദിലീപ് പറയുന്നു. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രം കൂടിയാണ് ബബ്ബബ. ഇപ്പോഴിതാ വിമർശനങ്ങൾക്കിടയിലും ചിത്രത്തിന്റെ നേട്ടക്കണക്കുകളും പുറത്തു വരുന്നുണ്ട്. 50 കോടി ക്ലബിൽ ചിത്രം എത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച എത്തിയപ്പോഴാണ് ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ആദ്യം 4 ദിവസം പിന്നിട്ടപ്പോൾ ആഗോള ഗ്രോസ് കളക്ഷൻ 41 കോടി 30 ലക്ഷം രൂപ നേടിയെന്നാണ് പറയുന്നത്. ആരാധകരും കുടുംബ പ്രേക്ഷകരും യുവ സിനിമാ പ്രേമികളുമെല്ലാം ഒരുപോലെ ഏറ്റെടുത്തു ചിത്രമെന്നും പറയുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് കളക്ഷൻ 15 കോടിക്ക് മുകളിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രത്തിൽ ഹൈലൈറ്റായി വന്നിരിക്കുന്നത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മാസ് അതിഥി വേഷം തന്നെയാണ്. 2025 ഡിസംബർ 18-നാണ് ദിലീപ് നായകനായ ബബ്ബബയുടെ റിലീസ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.